ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു കൊലപാതകത്തിന്റെ ന്യൂസ് എങ്കിലും കണ്ടില്ലെങ്കിൽ പത്രമെടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്ന പതിവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു മലയാളികൾ. കുറച്ചു കാലങ്ങളായി കേരളത്തിലെ പതിവാണിത്. എന്നും ഓരോ കൊലപാതകങ്ങൾ വീതം കേരളത്തിൽ നടക്കും. അത് ചിലപ്പോൾ ഉറ്റവരാകാം, ചിലപ്പോൾ സുഹൃത്തുക്കളാകാം. എന്തായാലും ഏറ്റവും അടുത്ത സർക്കിളിൽ ഒരു മരണം ഉറപ്പാണ്. വെറും മരണമെന്ന് പറയാൻ പറ്റില്ല, കൊലപാതകമെന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകൾ എന്നത് അങ്ങേയറ്റം അപകടം പിടിച്ച കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് കളത്തൂർ പാടത്ത് സുഹൃത്തിനെയും ഭാര്യയെയും വെട്ടിക്കൊന്ന യുവാവിന്റെ ന്യൂസ് നമ്മൾ കാണുന്നത്. ഇതിന് പുറകിൽ വളരെയധികം ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒടുവിൽ സത്യം മനസ്സിലായത് ഇപ്പോഴാണ്. വാട്സപ്പിൽ കണ്ട മെസ്സേജിനെ ചൊല്ലിയായിരുന്നു ബൈജുവും ഭാര്യയായ വൈഷ്ണവിയും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ദിവസങ്ങളായി തന്റെ അടുത്തു നിന്നും ഭാര്യ മാറിക്കിടക്കുന്നത് കണ്ട് അതിന്റെ കാരണം അന്വേഷിച്ചെത്തിയ ബൈജു കണ്ടത് വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോണാണ്. ഇത് പരിശോധിച്ചപ്പോൾ ഉറ്റ സുഹൃത്തായ വിഷ്ണുവിന്റെ മെസ്സേജ് ആണ് ബൈജു തന്റെ ഭാര്യയുടെ ഫോണിൽ കണ്ടത്. ഇത് കണ്ട് ബൈജു ആകെ അസ്വസ്ഥനാവുകയായിരുന്നു. ഈ മെസ്സേജ് വായിച്ചതിൽ നിന്നും ഭാര്യയും വിഷ്ണുവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ബൈജു മനസ്സിലാക്കുകയായിരുന്നു. നിനക്ക് അവനുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി ഇറങ്ങി ഓടുകയും വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടുകയും ആയിരുന്നു. കയ്യിൽ വാക്കത്തിയുമായി എത്തിയ ബൈജു വൈഷ്ണവിയെ പുറത്തേക്ക് വിളിച്ചെങ്കിലും പേടി കാരണം അവർ ഇറങ്ങി ചെന്നില്ല. തുടർന്ന് വലിച്ചിറക്കി മുറ്റത്തിട്ട് വെട്ടുകയായിരുന്നു. തടയാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണുവിനെയും വെട്ടി. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയായിരുന്നു. തുടർന്ന് കുളിച്ച് വസ്ത്രം മാറിയ ബൈജു സുഹൃത്തിനെ വിളിച്ച് താൻ ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടി എന്ന വിവരം അറിയിച്ചു. തുടർന്ന് കൂടൽ പോലീസ് എത്തിയപ്പോൾ അനുസരണയോടെ പോലീസിനൊപ്പം പോവുകയായിരുന്നു. നായർ സമുദായത്തിൽപ്പെട്ട വൈഷ്ണവിയെ ഈഴവ സമുദായക്കാരനായ ബൈജു പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ഇവർക്ക് 10-5 വയസ്സ് വീതമുള്ള 2 കുട്ടികളുണ്ട്. വിഷ്ണു കുറിഞ്ഞി സ്വദേശിയാണ്. അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. വിഷ്ണുവും ബൈജുവും ആശാരിപ്പണിക്കാർ ആയതിനാൽ ഇരുവരും ഒന്നിച്ച് പണിക്ക് പോകുന്നവരായിരുന്നു. ഭാര്യയ്ക്ക് വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കളഞ്ഞൂരിൽ ഇരട്ട കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ചത് കൊടുവാളാണെന്നും പോലീസ് പറയുന്നു. ഇരുവരുടെയും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും തെളിവ് ശേഖരിക്കലും ഇന്ന് തന്നെ നടക്കും. സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകവും കണ്ട ഞെട്ടലിലാണ് കളഞ്ഞൂർ വാസികൾ. പരസ്പര വിശ്വാസമില്ലായ്മ തന്നെയാണ് ഈ കൊലയ്ക്ക് പിറകിലെ കാരണമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. തമ്മിൽ ഒരാൾക്ക് മടുത്താൽ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു പറഞ്ഞ് നല്ല രീതിയിൽ സൗഹൃദത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ കൊല്ലും കൊലയ്ക്കും പോയാൽ തങ്ങളെ മാത്രം വിശ്വസിച്ച് ലോകത്തേക്ക് വന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമത്തിലാവുന്നത് കൂടി നമ്മൾ കാണേണ്ടി വരും. അമ്മ കൊല്ലപ്പെടുകയും അച്ഛൻ ജയിലിലാവുകയും ചെയ്ത ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനേറ്റ ഭയം വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നതിന് മുൻപ് എല്ലാവരും ഇതുകൂടി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.